എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഈ പുഡിങ് ചെയ്യാനായിട്ട് ഓവനൊന്നും വേണ്ട. നമുക്ക് വളരെ എളുപ്പത്തിൽ ആവി കയറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. നല്ല ടേസ്റ്റിയാണ് ഈ പുഡിങ് തയ്യാറാക്കാൻ, അതുപോലെ വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര നമ്മളൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു സോസ് പാനാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പഞ്ചസാര ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര ഒരു ബ്രൗൺ കളറായിട്ട് അലിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞ് വന്നാൽ മാത്രമേ ഇത് സ്പൂൺ വെച്ച് തൊടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്ക് അലിഞ്ഞ് കിട്ടില്ല. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ടും അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏത് ടിന്നിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിലേക്ക് പഞ്ചസാര സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കാണ് നമ്മൾ ബ്രെഡ് മിക്സ് ചെയ്ത് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ്. അപ്പോൾ 3ഓ 4ഓ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട്. ആദ്യം തന്നെ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡ് മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിക്കാം. കഷ്ണങ്ങളാക്കി മുറിച്ച ബ്രെഡ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സോസ് പാനിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പച്ചപ്പാലാണ്. ഈ പാല് നല്ല ഫാറ്റുള്ള പാലാണ്, വെള്ളമൊന്നും ചേർക്കാത്ത പാല്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം. പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി മുട്ട 2 മുട്ടയാണ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട നമ്മൾ പാല് ചേർക്കുമ്പോൾ ഒരു കസ്റ്റർഡ് പോലെ ആകും. ഇനി നിങ്ങൾക്ക് മുട്ട ഇതുപോലെ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പകരം കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ. അപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡറൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എഗ്ഗ് കഴിക്കാത്തവർക്ക് അങ്ങനെ എടുക്കാം. മുട്ടയുടെ മിക്സ് നമ്മൾ ഈ പാലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഇപ്പോൾ നമ്മൾ കുറച്ചാണ് വെച്ചിട്ടുള്ളത്, അല്ലാതെ മുട്ട ഇതിൽ കിടക്കുമ്പോൾ പിരിഞ്ഞു പോകും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ആവി കയറ്റുമ്പോൾ ഒന്നുകൂടി ഇത് നന്നായിട്ട് കുക്കാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീനി കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തീ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തരിതരിപ്പുണ്ട്. നമ്മൾ എത്ര പൊടിച്ചാലും ബ്രെഡ് ചേർക്കുമ്പോൾ ഒരു തരിതരിപ്പുണ്ടാകും. അപ്പോൾ ആ തരിതരിപ്പില്ലാത്തതാണ് ബ്രെഡ് പുഡിങ്ങിനൊരു രസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സ് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലെ കാരമൽ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പുഡിങ്ങിൻ്റെ മിക്സും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് ആവി കയറ്റിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുകയോ ചെയ്യാം. ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണിത് സ്റ്റീം ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യുകയോ ചെയ്യേണ്ടത്. നമ്മളിവിടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണിത് സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത്. ഇഡ്ഡലി തട്ടിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 30 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും ഇത് നന്നായിട്ട് കുക്കായി കിട്ടാനായിട്ട്. നിങ്ങൾ എത്രത്തോളം എടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ സമയം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചൂടോടെ ഗ്ലാസ് പാത്രമൊക്കെ എടുത്ത് ചൂടോടെ പെട്ടെന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തണുത്തിട്ട് എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് തന്നെ ആ പാത്രത്തിലേക്ക് വീണിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നല്ല സോഫ്റ്റാണ്. നമ്മൾ മിക്സിയിലിട്ടത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലതായിട്ടത് കറക്റ്റായിട്ടിരിക്കും. തരിതരിപ്പൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്